ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, അവയവങ്ങൾ, ഹോർമോണുകൾ, പ്രോട്ടീനുകൾ ഇവയെല്ലാം കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതിസങ്കീർണമാണ് ആ പ്രവർത്തനം. നമുക്കത് പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റും. അതിസങ്കീർണമായ ഈ പ്രവർത്തനമുണ്ട്. അതാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതും പലപ്പോഴും അതിനുള്ള പ്രശ്നങ്ങളാണ് അനാരോഗ്യത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് രോഗപ്രതിരോധ ശേഷി. നമ്മൾ ഒരുപാട് സൂക്ഷ്മാണു ജീവികളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നതും നടക്കുന്നതും എല്ലാം. ഇതിൽ രോഗമുണ്ടാക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ഇവയിൽ നിന്നും നമ്മളെ രോഗം വരാതെ സംരക്ഷിക്കുന്നത് ഈ പ്രതിരോധ ശേഷിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലതരത്തിലുള്ള രോഗാണുക്കളിൽ നിന്നും നമ്മൾ രോഗം വരാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വയം രോഗപ്രതിരോധ ശേഷിയാണ്, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കാലമായി ഈ രംഗത്ത് ഒരു പുതിയ അറിവ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി തന്നെ നമ്മുടെ ആരോഗ്യമുള്ള കോശങ്ങളെ ആക്രമിച്ച് നിരവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം എന്ന് പറയുമ്പോൾ നമ്മൾ കാവൽ സൈന്യം, പ്രതിരോധശേഷി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം കാത്തു രക്ഷിക്കാനുള്ള കാവൽ സൈന്യമാണ്. സൈന്യം തന്നെ നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളും ഒരുപാടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ഓരോ രോഗി വരുമ്പോഴും ഈ രോഗവിവരം കേട്ട് ചികിത്സ നിശ്ചയിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രോഗനിർണയം അത്ര എളുപ്പമല്ല. രോഗനിർണയം എളുപ്പത്തിൽ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില രോഗികൾ പറയാറുണ്ട്, ഡോക്ടർമാരെ കുറേ കണ്ടു, ആർക്കും രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഒക്കെ നോർമലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട. രോഗനിർണയം പലപ്പോഴും ബുദ്ധിമുട്ടായി വരും. ഇത് ഓട്ടോ ഇമ്മ്യൂൺ പ്രതിഭാസമാണ്. ഓട്ടോ ഇമ്മ്യൂൺ പ്രതിഭാസം എന്നാണ് ഈ രോഗങ്ങൾക്ക് പറയുന്ന പേര്. ഇത് ഇപ്പോൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രോഗമായിട്ട് വരുന്നു, രോഗി കുറേ രോഗലക്ഷണങ്ങൾ പറഞ്ഞു, അസ്വസ്ഥതകൾ പറഞ്ഞു, ഇതിനെല്ലാം കേന്ദ്രീകരിച്ച് മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ വരുന്ന പ്രത്യേകത ഈ ചികിത്സിക്കുക, രോഗനിർണയം നടത്താൻ സാധ്യമാകാതിരിക്കുക, ചികിത്സയ്ക്ക് ഫലം കിട്ടാതിരിക്കുക. ഇതാണ് ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ വരുന്ന പ്രത്യേകത. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം സന്ധിവാത രോഗമാണ്. കുറേ രോഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേരിൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് സന്ധിവാത രോഗങ്ങളാണ്. അതാണ് ഈ സന്ധിവാത രോഗികൾ ഒരുപാട് പേരുടെ രക്തം പരിശോധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, രോഗമൊട്ട് മാറില്ല. എത്ര മരുന്ന് കൊടുത്താലും ഏതൊക്കെ ചികിത്സ ചെയ്താലും രോഗം മാറില്ല. ഇതിൽ തന്നെ സന്ധിവാത രോഗങ്ങൾ തന്നെ SLE എന്ന് പറയുന്ന രോഗമാണ് ഇത് ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്ന വാതരോഗം. സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റോസിസ്, അതാണ് SLE എന്ന് പറയുന്നത്. ഇതിലും പ്രത്യേകത ഇതാണ്, ഈ ഒരു കാരണവുമില്ലാതെ വല്ലാതെ ക്ഷീണം തോന്നുക, ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം അതാണ്. പിന്നെ സന്ധികളിൽ വേദന വരിക, നീർക്കെട്ട് ചിലപ്പോൾ കൂടുതലാവണമെന്നൊന്നുമില്ല, നീർക്കെട്ടുണ്ടായി അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് SLE ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, വെയിൽ കൊണ്ടാൽ ഇവരുടെ ചർമ്മത്തിൽ, പ്രത്യേകിച്ച് ഈ കവിളുകളിലൊക്കെ ചുവന്ന പാടുകൾ വരും. അപ്പോൾ ഈ ചുവന്ന പാടുകൾക്ക് പറയുന്നത്, ഈ പാടുകൾക്ക് പ്രത്യേകിച്ച് മൂക്കിൽ വരുന്ന ചുവന്ന പാടിന് ചിത്രശലഭത്തിൻ്റെ ആകൃതി ഉണ്ടാകും എന്നുള്ളതാണ്. അത് ശരിയാണ് താനും, നമ്മളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, ചിത്രശലഭത്തിൻ്റെ ആകൃതി ഉണ്ടാകും. അപ്പോൾ ഇത് വരുമ്പോൾ പൊതുവെ നമ്മൾ സന്ധിവാത രോഗം അല്ലെങ്കിൽ ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞു വേണ്ടി ചികിത്സ ആരംഭിക്കാം, പക്ഷേ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ, ഓട്ടോ ഇമ്മ്യൂൺ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളത്, ഇത് രോഗം മാറില്ല എന്ന് മാത്രമല്ല, വൃക്കകളെയും ഹൃദയത്തെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. അവ വൃക്കകളെയും ഹൃദയത്തെയും നശിപ്പിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ SLE എന്ന് പറയുന്ന സന്ധിവാത രോഗത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ രക്തപരിശോധനയുടെ SLE ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയും, അതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ചികിത്സയിൽ നമ്മൾ എടുക്കേണ്ട സമീപനം
ഇങ്ങനെ വ്യത്യസ്തമായിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം വ്യക്തികളിൽ ഇവരുടെ പ്രതിരോധശേഷി തന്നെയാണ് ഇവരെ തകർക്കുന്നത്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ രോഗത്തിന് മരുന്ന് കൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായി ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നും ഒരു മാറ്റവും വരില്ല. അതാണ് രോഗം മാറാതിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്ധിവാത രോഗികൾ കൊല്ലങ്ങളായി ചികിത്സിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ ഈ വിഷയത്തിലേക്ക് അവർ വരുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ അറിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമുക്കിത് പുതിയ അറിവുകളിലൂടെ കൈകാര്യം ചെയ്യുമ്പോൾ രോഗശമനം സാധ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ കാലാകാലങ്ങളായി, തലമുറകളായി, നൂറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന ഒരു വാക്കുണ്ട്, വാദം. ഇതാണ് ഇന്നത്തെ അറിവിനോട് യോജിച്ച് വരുമ്പോൾ ഏറ്റവും അബദ്ധമായതൊരു വാക്ക്. കാരണം ഈ ഒരു വാദം എന്നുള്ളൊരു വാക്കിൽ നമ്മൾ ഒരുപാട് രോഗങ്ങൾ ഒതുക്കുകയാണ്. ഈ വാക്കിനെ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ചികിത്സ ചെയ്യുന്നത്. അതാണ് റിസൾട്ട് കിട്ടാതെ വരുന്നത്. റിസൾട്ട് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഈ വൃക്കകളെ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വല്ലാത്ത ദുരിതമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് രോഗനിർണയവും ചികിത്സയും വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും പുതിയ അറിവുകൾ അടിസ്ഥാനമാക്കി നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ രോഗത്തിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് രോഗിക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. ചികിത്സ എങ്ങനെ ഫലപ്രദമാകുന്നു എന്നുള്ള കാര്യം ശാസ്ത്രീയമായി പറയാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ രോഗിക്കും ഒരു വിശ്വാസം വരും. കാരണം ഇത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത്, ഈ രോഗങ്ങൾ ഒരു പേരിൽ നമ്മൾ ഒതുക്കരുത്. രോഗികൾ പ്രത്യേകം രോഗികളാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. കാരണം ഈ അവർ ഒരു അസുഖം വരുമ്പോൾ നേരെ മരുന്ന് കടയിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണം അതിന് എന്താ മരുന്നാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ ജോലി ചെയ്യുന്നവരെന്തെങ്കിലും മരുന്നുകൾ എടുത്തു കൊടുക്കും. ഇവിടെ ഒരു പരിധിവരെ ഒരുപാട് പേരിൽ സങ്കീർണതകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഒരൊറ്റ സംഭവമാണ്. മരുന്ന് കടയിൽ പോയിട്ട് രോഗം വരും പറഞ്ഞ് മരുന്ന് മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സന്ധിവാത രോഗികളാകുന്നവർ പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്യൂൺ പ്രതിഭാസം എന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഡോക്ടറോട് അതേക്കുറിച്ച് സംസാരിക്കണം. പുതിയ അറിവുകളിലൂടെ രോഗനിർണയം ചികിത്സയും കൈകാര്യം ചെയ്യണം. അല്ലാതെ ഇത് എവിടെ പോയിട്ടും ഇത് മാറുന്നില്ല, ഈ രോഗം എന്താണെന്ന് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ വിഷമമൊന്നുമില്ല രോഗം എന്താണെന്ന്. അതാണ് ഒരു യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ അറിവുകളനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ഓട്ടോഇമ്യൂൺ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് സന്ധിവാത രോഗങ്ങൾ, അതിൽ പ്രത്യേകിച്ച് SLE മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.